സിംഗർ ഗൗരി ലക്ഷ്മീൻ്റെ ഒരു പെർട്ടിക്കുലർ സോങ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പെർട്ടിക്കുലർ സോങ് എന്താ വെച്ചാൽ മുറിവ് എന്ന് പറഞ്ഞൊരു സോങ്ങാണ് ഗൗരി ലക്ഷ്മിയുടെ. ഇത് കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ള ഒരു സോങ്ങാണ്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് ട്രോളിലും കാര്യങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയതോട് ഇത് കൂടുതൽ പേരിലേക്ക് എത്താൻ തുടങ്ങി. ഞാൻ ഇത് എങ്ങനെ ട്രോളിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പോർട്ടർ ചാനലിലെ അവരുടെ പ്രോഗ്രാമിനിടയിൽ ഗൗരി ലക്ഷ്മി, എനിക്ക് തോന്നുന്നു ഗൗരി ലക്ഷ്മി ഇതിന് മുമ്പും റിപ്പോർട്ടർ ചാനലിൽ അവർ സ്ഥിരമായിട്ട് വരാറുണ്ട്. അയോധ്യ സീനൊക്കെ ഉണ്ടായ ടൈമിൽ തന്നെ ഗൗരി ലക്ഷ്മി വന്നിട്ട് പാട്ടൊക്കെ പാടിയിരുന്നു. അപ്പോൾ അവർ ഇതേപോലെ റിപ്പോർട്ടറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ ഈ മുറിവ് വീണ്ടും അവർ പാടി. ഓക്കെ, ഒരു വർഷം മുമ്പ് അവർ ഇറക്കിയ ആ ഒരു പെർട്ടിക്കുലർ ആൽബം മുറിവ് അവർ വീണ്ടും പാടി. അവിടെ നിന്നിട്ടാണ് ഇത് ട്രോളുകളിലേക്കും പിന്നെ അത് അവിടുന്ന് സ്റ്റോറികളിലേക്കും. ഇപ്പം ഞാനും ഇന്ന് സ്റ്റോറിക്ക് എടുത്തിട്ട് വാട്ട്സ് യുവർ ഒപ്പീനിയൻ എന്ന് വെച്ചിരുന്നു. കേട്ട ആളുകളുടെ ഒപ്പീനിയൻ എന്നൊക്കെ ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൊക്കെ ഈ പാട്ടെടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് അതിനിടയിൽ വരുന്ന കമൻറ്റുകൾ ഭയങ്കര വായിക്കേണ്ടതായിട്ടുള്ള കമൻറ്റുകൾ തന്നെയാണ്. ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെയൊക്കെ സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു പോർഷൻ ഞാനിവിടെ ആ ട്രോൾ ആവുന്ന പാട്ടിൻ്റെ ഇനീഷ്യൽ പോർഷൻ എവിടേക്ക് മുറിവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട് ഇനീഷ്യൽ പോർഷൻ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8, സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13, വേനലവധി മാസം അത് ബന്ധു വീട്ടിലൂണ്. ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം, അതിന്റെ പേര് കാമം, അതിന്റെ പേര് തോം തനക തകതനക തകതന തോം തകതനോ തനോ 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 തോം തനക തകതനക തകതന തോം. അതിന്റെ പേര് കാമം, തോം തനക തകതനക തകതന തോം തകതനോ തനോ 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 തോം തനക തകത. ഓക്കെ, ഇതാണ് ആ ഒരു പാട്ടിന് ഇനീഷ്യൽ. മുറിവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് നിങ്ങൾ പോയി കേട്ട് കഴിഞ്ഞാൽ അതിങ്ങനെയല്ല, ഇതിലൊരു അൺപ്ലഗ്ഡ് ആയിട്ടാണ് ഇതിൽ പാടുന്നത്. ആ സോങ്ങിന് വേറൊരു ബീറ്റ്, വേറൊരു താളം, വേറെ രീതിക്കാണിത് ഗൗരി ലക്ഷ്മി പാടി വെച്ചിട്ടുള്ള മുറിവ് എന്ന് പറഞ്ഞ ആൽബത്തിനകത്ത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നതും അല്ലെങ്കിൽ ഇത് ട്രോൾ ആവുന്നതും എൻ്റെ പേര് പെണ്ണ്, അതിനെടുത്ത് എൻ്റെ പേര് പെണ്ണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വരികൾ നോക്കും. ഇപ്പോൾ ഞാൻ പറയാം, 8 വയസ്സുള്ള ഒരു കുട്ടി ബസ്സിൽ കയറുമ്പോൾ 40 വയസ്സുള്ള ഒരാൾ പൊക്കിൾ തപ്പുന്ന ഒരു അനുഭവം. ഇത് എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനടിയിൽ ഈ 40 വയസ്സുള്ള വൃദ്ധൻ തന്തയ്ക്ക് എന്ത് പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇവനെന്ത്, അങ്ങനെ നാട്ടുകാർ നിരത്തി കമൻറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ. അല്ലെങ്കിൽ അങ്ങനൊരു ന്യൂസ് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാറില്ലേ. നമ്മളെ വീട്ടിലുള്ള ചെറിയ മക്കൾ ബസ് പോകുമ്പോൾ ഇതേപോലെ ഒരുത്തൻ കയറി കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാറില്ലേ. ഇത് പാട്ടായപ്പോൾ ആ പാട്ടിൽ അവർ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം പറയുകയാണ്. ഓക്കെ, ആ വരിക്കൊരു കുഴപ്പം എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കാരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ബസ്സിലൊക്കെ കയറുമ്പോൾ ഇപ്പോഴും പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കുട്ടികളെ വരെ തോണ്ടാനും പിടിക്കാനും കയറുന്ന ആളുകളുണ്ട്. ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ എത്രയോ കേസുകൾ എനിക്ക് പേഴ്സണലി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ബസ്സിൽ നിന്നുണ്ടായ ദുരനുഭവം. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ലേഡീസും ആണുങ്ങളും അയക്കാറുണ്ട്. അതാണ്, ആണുങ്ങളും അയക്കാറുണ്ട്. ആണും പെണ്ണും സേഫല്ല, രണ്ടുപേർക്കും ഒരുപോലെ കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത്, നമ്മളെ സൊസൈറ്റിയിൽ ഞാൻ തുറന്നു പറയുന്നു, നമ്മളെ കൂടെ നിൽക്കുന്നവർ വരെ ചിലപ്പോൾ ഉണ്ടാവും പലരും സ്വന്തം വീടുകളിൽ നിന്ന്, എന്നും കാണുന്ന മുഖങ്ങളിൽ നിന്ന് ഏറ്റവും മോശം അനുഭവം അനുഭവിച്ച് പുറത്ത് പറയാൻ പറ്റാതെ കാലങ്ങളോളം മനസ്സിനകത്ത് വിങ്ങുന്ന ആളുകൾ ഇഷ്ടം പോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. അവരാരും പറയുന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ഒരാളത്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. എന്നാലോചിക്കും, സ്വന്തം വീട്ടിൽ ആ വരിയാണ് അവർ പാടി വെച്ചത്. അവിടെയും ട്രോള്, അവിടെയും കമൻറ്റ്. ഇപ്പോഴും എത്രയോ വീടുകളിൽ ഇപ്പോഴും നടക്കുന്നു. 13 വയസ്സുള്ള ഒരു കുട്ടി എന്നും കാണുന്ന മുഖത്തിൻ്റെ കയ്യിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ ആണും പെണ്ണും അനുഭവിക്കുന്നുണ്ട്. ആണുങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട് അങ്ങനെ പെണ്ണുങ്ങളെ. കാരണം സ്വന്തം വീട്ടിലാകുമ്പോൾ ആ കുട്ടി പേടിച്ചിട്ട് ആണോ പെണ്ണോ പുറത്ത് പറയില്ലല്ലോ, കുട്ടികൾ നല്ല രീതിയിൽ മുതലെടുക്കാം എന്ന് വിചാരിക്കുന്നവർ നമ്മുടെയൊക്കെ വീടിനകത്ത് തന്നെ ചിലപ്പോൾ പലരും കാണും, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ കാണും.
അതിന് അനുഭവം ഉള്ളവരുണ്ട്. ആ ട്രോമ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടാവും. പവർഫുൾ ലൈൻസാണ് അത്. ഇത്രത്തോളം ട്രോളിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷെ കമൻ്റ് ഇടുമ്പോൾ പലരും കമൻ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ആ സ്റ്റോറിയിലൊക്കെ പലരും അത് ഭയങ്കര ഫയർ വേർഡ്സാന്ന് പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട് എൻ്റെ പേര് ആണ്, അങ്ങനെ ഒരു വരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ പേര് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് ഇപ്പോൾ ആരെങ്കിലും ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ വാലിഡാണ്. ആണുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആണുങ്ങൾക്ക് പാട്ടായിട്ട് ഇറക്കാം. പക്ഷെ അവിടെ അപ്പോഴും ട്രോള് കരാമെന്നറിയാം. ആണുങ്ങൾക്ക് ഇട്ട് ട്രോളും. കാരണം ഇവിടെ അങ്ങനെയാണുള്ള സിറ്റുവേഷൻ. ആണ് കരയാൻ പാടില്ല, ആളുടെ പ്രശ്നങ്ങൾ പറയാൻ പാടില്ല, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് നമ്മളൊന്ന് സ്വസ്ഥമാകാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരവാഴയാവും. ഇപ്പം ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കിട്ടിയ സമയത്ത് ഞാൻ അവിടെ ബാക്ക് ടു മൈ റിയാലിറ്റി. ഇപ്പം ഞാൻ എന്തായി, എന്നെ ഒരു ട്രോൾ ഒരു മെയിൻ മെറ്റീരിയൽ ആക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇവന് ക്രെഡിബിലിറ്റി ഇല്ല, ഇവന് ഡബിൾ സ്റ്റാൻഡാണ്, ഇവൻ മരവാഴയാണ്. കാരണം ഞാൻ എൻ്റെ ഇമോഷൻസ് പുറത്ത് കാണിച്ചു. എല്ലാവരും നോക്കുമ്പോൾ പണ്ട് വണ്ടിയിൽ താടിയും വെച്ച് മീശയും പിരിച്ച് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് താടിയുള്ള അപ്പനെ പേടിയെന്നുള്ള രീതിയിലായിരിക്കാം മേ ബി ആളുകൾ കണ്ടത്. വാട്ട് എവർ, ആ ഒരു അറഗൻ ഫേസോ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു സംഗതി. പക്ഷേ ഞാൻ റിയൽ ലൈഫിൽ അനുഭവിക്കുന്ന എന്താണെന്നുള്ളത് ഞാൻ അത്രയും തുറന്നു പറഞ്ഞോട് കൂടിയിട്ട് അതാണ് ഈ ഇമോഷണൽ സൈഡ് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മളെ ട്രോള്. ഓക്കെ, അപ്പം ഇതൊരു ആണ്ട വേർഷനിലാണ്. എൻ്റെ പേര് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ട്രോളേ ഉള്ളൂ. ട്രോള് നല്ല ആണുങ്ങൾ തന്നെ ഇല്ലാതാക്കും വലിച്ചു കയറിയിട്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് പെണ്ണ് മാത്രമാണ് അനുഭവിക്കുന്നത്, ആണ് അനുഭവിച്ചത് എന്താ ഈ പെണ്ണിന് പാടിയല്ലോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പല രീതിയിലാണിത് പറയുന്നത്. പക്ഷേ വളരെ പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് എന്നുള്ളത് പലരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ സോങ്ങിലൂടെ അവർ പറയുന്നു. ഇപ്പോൾ സോങ് ഏത് രീതിയിലും ആവും. ഇതൊരു പാട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാബ്സിയും ബേബിജിനും ഒക്കെ റാപ്പ് സോങ്സ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അതിനൊരു വേറൊരു താളം, ഒരു ഈണം, ആ രീതിയിലാണ്. പിന്നെ ഈ റാപ്പ് സോങ്സ് ഒക്കെ പാടുന്ന അല്ലെങ്കിൽ റാപ്പ് കൈൻഡ് ഓഫ് സാധനത്തിലേക്ക് ഇത് സൊസൈറ്റിയിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഈ രീതിയിൽ വരികളിലൂടെ വെക്കുമ്പോൾ അതിന് വേറെ പവർ കൂടുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇതിലൊരു ട്രോളോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് പോയിട്ട് ഇതൊരു പാട്ടാണോ, ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ പേര് പെണ്ണ്, കഷായം ഗ്രീഷ്മ, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്, ജോളി, കുറേ ആണുങ്ങളുടെ ഇടയിലും കുറേ ഈ പറഞ്ഞ പീഡിപ്പിക്കുന്നവരുണ്ട്, കൊലപാതകം ചെയ്യുന്നവരുണ്ട് ഇല്ലേ. സ്ത്രീകളുടെ ഇടയിലും അതേമാതിരി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഈ 8 വയസ്സും 13 വയസ്സുമുള്ള കുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആ ഒരു പേര് പറഞ്ഞ് മാറ്റാൻ പറ്റും? ഇല്ല. ആണുങ്ങളിൽ ഇഷ്ടംപോലെ ക്രൈം ചെയ്യുന്നവരുണ്ട്. അത് വിചാരിച്ചിട്ട് ആണുങ്ങൾ എന്തെങ്കിലും അനുഭവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെന്താ അറിയോ, എന്താ പറയുക, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ഇതെന്താ ഇങ്ങനെ പറഞ്ഞ് തോന്നാതിരിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ പറയുന്നത് എനിക്കിത് പേഴ്സണലി കേട്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു ഈ ഒരു സോങ്. ഞാൻ എന്തുകൊണ്ട് ഇത് അന്ന് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ ശരിക്കും ആലോചിച്ചത്. ഞാൻ ആ ഒരു മുറിവ് എന്ന് പറഞ്ഞ സോങ് വീണ്ടും എടുത്ത് കംപ്ലീറ്റ് കേട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ വരികളൊക്കെ സൂപ്പർബാണ്. ഇത്രത്തോളം ട്രോള് വരാനും കമൻറ്റ് ബോക്സിൽ ഇത്രത്തോളം അവർക്കിട്ട് വെട്ടി വിളിക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ഓക്കെ, നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ വരിയിലിട്ടിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ആൻഡ് ദാറ്റ് നെയിം ഇറ്റ് സെൽഫ് മുറിവ് എന്നുള്ളത് എന്തുകൊണ്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ജോഷ് ടോക്കിൽ ഗൗരി ലക്ഷ്മീൻ്റെ ജോഷ് ടോക്കിൽ പറയുന്നുണ്ട് എബോഷനിൽ നിന്നുണ്ടായ ട്രോമ എന്ന് പറഞ്ഞുള്ളൊരു അവരുടെ ഒരു പോർഷൻ. നിങ്ങൾ അതൊന്നും എടുത്ത് കാണും. അവരവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നാണ് ഈ മുറിവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വേർഡ്സ് ഓരോന്ന് വരുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇത്രത്തോളം ഒരു ട്രോളോ ഇത്രത്തോളം കമൻറ്റ് ബോക്സിൽ അവരെ പോയി വെട്ടി വിളിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നില്ല. ബാക്കി നിങ്ങൾ മുറിവ് എന്ന് പറഞ്ഞ ആ സോങ് നിങ്ങൾ കേൾക്ക്. ഇറ്റ്സ് അപ് ടു യു.